welcome back to my channel. So ഇന്നത്തെ വീഡിയോ വരുന്നത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസിൻ്റെ ഹോളാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി വെറൈറ്റി ബാംഗിൾസ് കാണിച്ച് തരുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഫാബ്രിക്കിൻ്റെ ബാംഗിൾസ് പർച്ചേസ് ചെയ്തായിരുന്നേ. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബാംഗിൾസിൻ്റെ സെറ്റാണ്. യെല്ലോ ആൻഡ് റെഡ് കളറിലുള്ള ബാംഗിൾസ്. ഇത് ഫാബ്രിക്കിൻ്റെ ബാംഗിൾസ് ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കളർ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഓരോ ബാംഗിൾസിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 5 എണ്ണവും പർച്ചേസ് ചെയ്തത് 148 റുപ്പീസിനാട്ടോ. ഞാൻ മേടിച്ച സൈസ് 2.4 ആണ്. അപ്പോൾ എൻ്റെ വേറെ കളർ ഓപ്ഷൻസും അവൈലബിൾ ആട്ടോ. 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അടുത്തത് ഈ ഒരു ബാംഗിൾസ് ആണ്. 2 ബ്ലാക്കും 2 ബ്ലൂ കളറും. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളറുകൊണ്ട് ഒരു ജോമെട്രിക് പ്രിൻ്റ് ആട്ടോ. വേറെ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ വേറെ പ്രിൻ്റ് വരുന്നതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റ്, അങ്ങനെ പലതരം പ്രിൻറ്റ്സ് വരുന്നതും അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ മേടിച്ച സൈസ് 2.4 ആണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 168 റുപ്പീസിനാണ്. അടുത്തൊരു വെറൈറ്റി ബാംഗിൾ സെറ്റാണ്. ഇത് ഒരു സാധാരണ ബാംഗിൾസ് ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലല്ലേ, ഇതാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ്. വെറൈറ്റി മോഡലാട്ടോ. പിന്നെ ഇതൊരു കോംബോ ആയിട്ടാട്ടോ. 4 ബാംഗിൾസും പിന്നെ ഇയറിങ്സും ആണ് വരുന്നത്. മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണെങ്കിൽ ക്ലോത്തിൻ്റെ ആട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ ഒരു കളർ ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 2.4 സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 192 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാംഗിൾസ് ആണ്. ഗോൾഡൻ ബാംഗിൾസിൽ ബ്ലൂ സ്റ്റോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഞാനത് മേടിച്ച് 2.4 സൈസിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബാംഗിൾസ് ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് വരുന്ന ബാംഗിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 199 റുപ്പീസിനാട്ടോ. നെക്സ്റ്റ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ച ടൈപ്പ് ബാംഗിൾസിൻ്റെ വേറെ കളർ ചേഞ്ചസ് ആണ്. ഇത് ഇത്രയും ഒരു സെറ്റായിട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ഞാൻ ഈ 6 കളേഴ്സും കൂടെ പർച്ചേസ് ചെയ്തത് 271 റുപ്പീസിനാണ്. അപ്പോൾ നല്ലൊരു ഡീലായിരുന്നേ. പിന്നെ അതിൻ്റെ വേറെ കോംബോസും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇത്രയും കളർ ബാംഗിൾസ് നല്ലൊരു ഡീലിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് 2.4 ആണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇതിലാണെങ്കിലും ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റ് വരുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റ്. അടുത്ത് വരുന്ന ഈ ഒരു ബാംഗിൾ സെറ്റാണ്. 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ മേടിച്ച സൈസ് 2.4 ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ഇത് സിൽക്ക് ത്രെഡ് ബാംഗിൾസ് ആണ്. അതിലിങ്ങനെ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 235 റുപ്പീസിനാട്ടോ. അത് നമുക്ക് പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ബാംഗിൾസ് ആണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബാംഗിൾസ് ആണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. സ്റ്റോൺസ് പിന്നെ ബീഡ്സും കൊണ്ടുള്ള വർക്ക് ഉണ്ട്. അതിൽ റൈൻ സ്റ്റോൺസും ഉണ്ട് കേട്ടോ. അതിൽ അടുത്ത് വരുന്ന ഈ ഒരു ബാംഗിൾസ് ആണ്. നമുക്ക് വൈറ്റ് ആൻഡ് ഗോൾഡ് കളറിൽ വരുന്ന ഔട്ട്ഫിറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. പാർട്ടി വെയറിന് ഇടാൻ പറ്റിയ ബാംഗിൾസ് ആട്ടോ. അത് 4 എണ്ണം വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഇങ്ങനെ വൈറ്റ് മുത്തുകളുണ്ട്. ഗോൾഡൻ ബാംഗിളിൽ വൈറ്റ് മുത്തുകളുണ്ട്. പിന്നെ സ്റ്റോൺസ് വരുന്നുണ്ട്. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്ത് 144 റുപ്പീസിനാട്ടോ. 2.4 ആണ് ഞാൻ മേടിച്ച സൈസ്. പിന്നെ എനിക്കാണെങ്കിൽ ഇത് 2.4 ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ എനിക്കിത് ടൈറ്റ് ആട്ടോ. ഇതിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഞാൻ 2 ടൈപ്പ് റിട്ടേൺസ് ഉണ്ടല്ലോ മീഷോയിൽ. ഞാൻ ഓൾ റിട്ടേൺസ് അല്ല എടുത്തിട്ടുള്ളത്. മറ്റേ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിയാൽ അങ്ങനെയുള്ള റിട്ടേൺസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് അതാന്ന് തോന്നി ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ മേടിച്ച 2.4 സൈസാണ്. അതാണിപ്പോൾ കറൻ്റ്ലി എൻ്റെ സൈസ് വരുന്നത്. പക്ഷേ ഇതെനിക്ക് ടൈറ്റ് ആട്ടോ. ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ സൈസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മേടിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൾ റിട്ടേൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മേടിക്കുക. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാംഗിൾസിൻ്റെ സെറ്റാണ്. ഫാബ്രിക്കിൻ്റെ ബാംഗിൾസ് ആട്ടോ. ഇൻഡിഗോ ആൻഡ് കലങ്കാരി ബാംഗിൾസ് ആണ്. അപ്പോൾ 8 ചെറിയ ബാംഗിൾസും 4 വലിയ ബാംഗിൾസും ആട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കോംബോസും അവൈലബിൾ ആട്ടോ. ഇങ്ങനെ ഇൻഡിഗോ മാത്രം വരുന്നുണ്ട്, കലങ്കാരി മാത്രം വരുന്നുണ്ട്. അങ്ങനത്തെ കോംബോസും അവൈലബിൾ ആണ്. പിന്നെ ബ്ലാക്കിൻ്റെ ഒരു ബ്ലാക്ക് കളർ ബാംഗിൾസും ബ്ലാക്ക് ആൻഡ് ഒരു ഓറഞ്ച് കളർ
ബാംഗിൾ സെറ്റ് അവൈലബിൾ ആട്ടോ. അതിൻ്റെ കൂടെ ഇയർ റിങ്സും കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് ഈ ഒരു കോംബോ പർച്ചേസ് ചെയ്തത് 241 റുപ്പീസിനാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബാംഗിൾസ് ആണ്. നമുക്കിത് ഇൻഡിഗോ സാരീൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ കലങ്കാരി പ്രിൻ്റാണ്. കലങ്കാരി പ്രിൻ്റ് വരുന്ന ഈ കലങ്കാരി പ്രിൻറ്റിലുള്ള ബ്ലൗസ്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ബ്ലാക്ക് സാരിയൊക്കെ ഇല്ല, അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബാംഗിൾസ് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഈ കുർത്ത സെറ്റിലും അങ്ങനെ വരുന്നുണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ബ്ലാക്ക് കളർ കുർത്ത ആൻഡ് പാൻറ്റ്, പിന്നെ ഒരു കലങ്കാരി പ്രിൻ്റ് വരുന്ന ഷാള്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബാംഗിൾസ് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് 2.4 ആണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാൻ മേടിച്ച് 241 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സ്റ്റോൺസിൻ്റെ ബാംഗിളാണ്. ഞാൻ മേടിച്ച സിൽവർ കളറാണ്, പക്ഷെ എനിക്ക് വന്നത് ഒരു ഗോൾഡൻ കളറാണ്. ഇങ്ങനെ റൈൻ സ്റ്റോൺസിൻ്റെ ബാംഗിളാട്ടോ. ഇത് ഫ്രീ സൈസാണ്, ഒറ്റ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞ് സൈസാണ്. നേരിട്ട് കാണിച്ചു തരാം. എനിക്കിത് കറക്റ്റാട്ടോ. ബ്രസ്റ്റ് കുറച്ച് തടി ഉണ്ടെങ്കിൽ ഈ ഒരു ബാംഗിൾ ടൈറ്റ് ആവും കേട്ടോ. ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ റൈൻ സ്റ്റോൺസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 158 റുപ്പീസിനാട്ടോ. ഞാൻ മേടിച്ചത് സിൽവർ കളറാണ്, പക്ഷേ എനിക്ക് ഒരു ഗോൾഡൻ കളറാട്ടോ വന്നത്. ഞാൻ റിട്ടേൺ ചെയ്തില്ല, എനിക്കിത് ഈ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല. സോ ഇതാണ് നമ്മുടെ മീഷോ ഹോൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിനും ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.